നെസ്റ്റ് ഉണ്ടായിരുന്നു ഇനീഷ്യൽ പീരിയഡിൽ. പിന്നെ ഉണ്ടായിരുന്നത് ബ്രഹ്മ എന്ന് പറഞ്ഞൊരു ഡേറ്റ എൻട്രി കമ്പനി. അത് പിന്നീട് ആ കമ്പനി ഡേറ്റ എൻട്രി ഇൻ്റർനാഷണൽ ടേക്ക് ഓവർ ചെയ്തു. അത് കഴിഞ്ഞ് അതിന് വേറൊരു പേരില്ല. ഇന്ന് അവരുണ്ട്. അവരുടെ ഇന്നത്തെ പേര് ആർ എം അല്ല, അവർ ഇന്നുള്ളത് വേറെ ഏതൊരു പേരിലെ ടെക്നോ പാർക്കിൽ ഇന്നും ഉണ്ട് അവർ. പക്ഷേ ഇതിൻ്റെ ഡിഫറെൻറ്റ് നെയിം ഡേറ്റ എൻട്രി ഏരിയയിലായിരുന്നു. പിന്നീട് ആ പീരീഡിലുണ്ടായിരുന്ന കേസ് കൺസൾട്ട് പിന്നീട് അത് നിർത്തി. IVL ആ പീരീഡിൽ വന്നു. IVL ആദ്യം പെരിയാറിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവർ നിളയിലേക്ക് മാറി. ആ കമ്പനി വേറെ ആരോ വാങ്ങി. അത് ലിസ്റ്റഡ് കമ്പനിയായി. ആ കമ്പനിയെ തിരികെ സുനിൽ ഗുപ്ത പിന്നെ വർഷങ്ങൾക്ക് ശേഷം വാങ്ങി. ഇന്ന് അവരവിടെ വേറൊരു പേരിലാണ്, കൊളാബർ എന്നൊരു പേരിലാണ് ഇന്ന് അവരവിടെ ഉള്ളത്. പിന്നെ ഉള്ളത് ടൊറോയിഡ്. ഞാൻ പോകുന്നതിന് മുമ്പ് ടൊറോയിഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ടൊറോയിഡ് ഈ ചെറിയ ട്രാൻസ്ഫോമേഴ്സ് അഡാപ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന ഒരു സ്വീഡിഷ് കമ്പനിയായിരുന്നു. ഇന്ന് അതിൻ്റെ പേര് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ടൊറോയിഡായിട്ട് തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കമ്പനികൾ. പക്ഷേ ഇനീഷ്യൽ കമ്പനികൾ ഒരുപാട് വരുന്നത് ഞാൻ പോയി കഴിഞ്ഞിട്ടുള്ള പീരീഡിലാണ്. പക്ഷേ ഞാൻ പോകുമ്പോഴത്തേക്ക് പമ്പ പെരിയാർ ഫുള്ളായി. നിള ബിൽഡിംഗ് എൻ്റെ ലാസ്റ്റ് ഡേ ഇൻ ഓഫീസാണ് നിള ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം. അന്ന് ടൊറോയിഡ് വരെയാണ് അവിടെ. അപ്പോൾ ആ ഒരു ചേഞ്ച്. പക്ഷേ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് എന്നുള്ള പറയുന്നത് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ മരങ്ങൾ നട്ടു. കുറേ ഗ്രീൻ ബെൽറ്റായിട്ട് ഡിക്ലെയർ ചെയ്ത് അത് ഇന്നും ഗ്രീൻ ബെൽറ്റായിട്ട് തന്നെ അവിടെ കിടപ്പുണ്ട്. ഒരു ഗ്രീൻ ബെൽറ്റ് കൊണ്ടുവന്നൊരു കെട്ടിടം വെച്ചിട്ടുണ്ട്. പക്ഷേ തേജസ്വിനി ഇരിക്കുന്നിടത്ത് ശരിക്കും ഒരു ഗ്രീൻ ബെൽറ്റ് ആയിരുന്നത്. പക്ഷേ അപ്പുറത്തുള്ള ഗ്രീൻ ബെൽറ്റ് അത് ഗ്രീൻ ബെൽറ്റായിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങനത്തെ അന്ന് ചെയ്ത പല കാര്യങ്ങളും ഇസ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇൻ എ വേ. പിന്നെ നടുക്കത്തെ ഒരു വാട്ടർ ടാങ്ക് ചെയ്തു. വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ്, ഒരു കാലത്ത് പല സിനിമകളോട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് പിന്നീട് എന്തോ നിർത്തി. പക്ഷേ ആ സിനിമ ഷൂട്ടിങ്ങിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് നിങ്ങളുടെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ മെയിൻ്റനൻസ് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് പിന്നീട് അത് നിർത്തി. എനിക്ക് തോന്നുന്നു ചില കമ്പനികൾ സിനിമക്കാർ വരുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് വരുന്നു എന്നുള്ള പറഞ്ഞുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കൾച്ചറൽ ചേഞ്ചാണ് ശരിക്കും ടെക്നോ പാർക്കിൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്ത് ഒരു 10 to 5 വിത്ത് മൾട്ടിപ്പിൾ ടീ ആൻഡ് കോഫി ബ്രേക്സ് ആൻഡ് ലഞ്ച് ബ്രേക്ക് മാറ്റി ആ കൾച്ചറിൽ നിന്നും മാറി എന്താ പറയുന്ന ഒരു എഫിഷ്യൻസിക്കും പ്രൊഡക്ടിവിറ്റിക്കും ഫോക്കസ് കൊടുക്കുകയും ആ രീതിയിൽ മാറ്റിയ ഒരു കൾച്ചറാണ് ടെക്നോ പാർക്കിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ടെക്നോ പാർക്കിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലെവലിംഗ് ഗ്രൗണ്ടായി മാറി. ആ ലെവലിംഗ് ഗ്രൗണ്ടിൻ്റെ 1-2 വളരെ ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് ഉള്ള. പലപ്പോഴും പലരും പറയും മിഡിൽ ക്ലാസ്സിനാണ് ടെക്നോ പാർക്ക് കൊണ്ട് പ്രയോജനം വന്നത്. ടെക്നോ പാർക്കിൽ ആര് ജോയിൻ ചെയ്താലും, പ്രത്യേകിച്ച് നല്ല കമ്പനിയിൽ ജോയിൻ ചെയ്ത 3 വർഷം കൊണ്ട് അവർ മിഡിൽ ക്ലാസ് ആകും. പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന പലരും വളരെ പാവപ്പെട്ട ഫാമിലികളിൽ നിന്ന് വന്നതാണ്. എനിക്കറിയാവുന്നുള്ളൊരു കേസ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മകൾ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ആ കുട്ടിക്ക് ജോലി അവിടെ കിട്ടുന്നു. ആദ്യത്തെ വർഷം തന്നെ അച്ഛനൊരു ഓട്ടോ വാങ്ങിക്കൊടുക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ അച്ഛന് 2 ഓട്ടോ 3 ഓട്ടോ വരുന്നു. അത് കഴിയുമ്പോൾ അച്ഛനൊരു കാറ് വാങ്ങിക്കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അങ്ങേരെ ഒരു മുതലാളിയായി. ആ ലെവലിലുള്ള അപ്ലിഫ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് പലരും, അവിടുത്തെ ഡ്രൈവേഴ്സ് പലരും അവരുടെ മക്കൾ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു മാറ്റം ടെക്നോ പാർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് വെച്ചാൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, ശ്രീമതി സുശീല ഗോപാലൻ വരുന്നു. ആ പീരീഡിൽ അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് പോകുന്നുണ്ടെങ്കിലും സുശീല ഗോപാലിൻ്റെ എൻ്റെ ഐ എം നോട്ട് ബീങ് അപ്രീഷിയേറ്റഡ് വെൽ ഇനഫ്. പിന്നെ ആവശ്യമില്ലാത്ത തടസ്സങ്ങൾ വരുന്നു എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു. പക്ഷേ അന്ന് ഒരു ഇൻസിഡൻറ്റ് നടന്നത്, സുശീല ഗോപാലൻ, ഐ എം നോട്ട് ഗിവിങ് നെയിംസ്, പക്ഷേ ദർ വാസ് സംബഡി വെരി ക്ലോസ് ടു ഹർ ഹു മെയ്ഡ് മറ്റേ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലൊരു ഡിസ്കഷൻ നടക്കുമ്പോഴത്തേക്ക് പറഞ്ഞു, there are white elephants in government like KSRTC and Techno Park. Government should do something about it എന്ന് അദ്ദേഹം പറയും. ഗവൺമെൻറ്റിലുള്ള പൊസിഷനുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അപ്പോൾ നമ്മുടെ ഇതനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന പറഞ്ഞു അയാളെ കൗണ്ടർ ചെയ്യാൻ പറഞ്ഞു. അയാളെ ഞാൻ കൗണ്ടർ ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് നോട്ട് മീ, ഇറ്റ്സ് എ ഗവൺമെൻറ് ദാറ്റ് ഹസ് ടു ടേക്ക് എ കോൾ. ഞാൻ നേരെ സുശീല ഗോപാലിൻ്റെ അടുത്ത് പോയപ്പോൾ ഇന്ന് മീറ്റിംഗ് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം. പറഞ്ഞു ഇന്ന് വൈകുന്നേരം കാഷ്യൂവിൻ്റെ മീറ്റിംഗ് ഉണ്ട്, ഇന്നാരുമൊക്കെ കാണുക. ഞാൻ പറഞ്ഞു ഈ ആളുണ്ടെങ്കിൽ എനിക്കത് കഴിഞ്ഞുകൊണ്ട് ഐ നീഡ് ടു സീ യു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൈകുന്നേരം അവിടെ പോയി.
അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ മറ്റേ പുള്ളി എണീറ്റു ഞാൻ പറഞ്ഞു സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ സുശീലോനോട് പറഞ്ഞു, ടെക്നോ പാർക്ക് ഒരു വൈറ്റ് എലിഫൻ്റ് ആണോ, ഒരു വെള്ളയാനാണെന്നും മിനിസ്റ്റർ പറയണമെന്ന്. അല്ല. അപ്പം മിനിസ്റ്റർ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മിനിസ്റ്ററോട് ഇത്രയും ക്ലോസ്, മിനിസ്റ്റർ അഡ്വൈസർ എന്നറിയപ്പെടുന്ന ഒരാൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിക്കായിട്ട് ചെയ്യാം, അങ്ങനെ പാടില്ല. ഞാൻ പറഞ്ഞെങ്കിൽ ചെയ്തു. ഇഫ് ഹി ഹസ് ഡൺ ഇറ്റ് ആൻഡ് വിത്തൗട്ട് യുവർ ദെൻ ഐ നീഡ് ടു ബി ഹി നീഡ്സ് ടു അപ്പോളജൈസ് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ചാലും കാര്യമില്ല, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇന്ന് യു നീഡ് ടു അപ്പോളജൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ മിനിസ്റ്റർ ഓഫീസിലെ സ്റ്റാഫ് പലരും കൂടി പലർക്കും ഈ പുള്ളിയെ കൊണ്ട് വല്ല മറ്റ് പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ ഈ 2-3 പോയപ്പോഴത്തേക്ക് ഞാൻ അജിറ്റേറ്റഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അവർക്കും കൂടി ഇത് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ പലരും അകത്തോട്ട് കയറി. അപ്പോൾ ഞാൻ വളരെ ഒരു ഹീറ്റഡ് ഡിസ്കഷൻ ഞാൻ പറഞ്ഞു യു നീഡ് ടു അപ്പോളജൈസ് നൗ എന്ന് പറഞ്ഞു. അവസാനം പുള്ളി അപ്പോളജൈസ് ചെയ്തു. അപ്പോൾ ഒരു റിലേഷൻഷിപ്സ് വർ നോട്ട് ഗോയിങ് ഇൻ ദ റൈറ്റ് വേ. ഒന്ന്. പിന്നെ അതുപോലെയല്ല, ഐ വാസ് ബിക്കമിങ് 40 അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ 40 വയസ്സാവുന്നു, എനിക്ക് ഐ നീഡ് ടു മൂവ് ബാക്ക് ആൻഡ് ഡു സംതിങ് എന്നുള്ളൊരു തോന്നൽ. ഞാൻ അന്നും സീഡാക്കിൻ്റെ ഡെപ്യൂട്ടേഷനിലാണ്. അപ്പോൾ സീഡാക്കിൽ അന്നൊരു സ്കീം വന്നു, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ 1 വർഷം 2 വർഷത്തെ ലീവ് എടുക്കാമെന്നുള്ളൊരു ഇത് വന്നു. അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് ലീവ് എടുത്തു, മറ്റേ ലോങ് ലീവ് എടുത്തിട്ട് ഞാൻ റിസൈൻ ചെയ്തു. ഞാൻ റിസൈൻ ചെയ്ത സമയത്ത് നയനാർ പറഞ്ഞിടോ എനിക്കറിയാം തനിക്ക് അയാളുമായിട്ടുള്ള പ്രശ്നമല്ലേ, താൻ തിരികെ വാ. ഞാൻ പറഞ്ഞ് ഞാൻ വിടുന്നു, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഇല്ല ഞാൻ വേണമെങ്കിൽ, അപ്പോൾ തമാശയ്ക്കെന്ന് പറഞ്ഞായിരിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ താൻ ഗവൺമെൻറ്റിൽ എടുക്കാം. ഞാൻ പറഞ്ഞു ഗവൺമെൻറ്റിൽ നിന്നെ വിജിലൻസ് ഏൽപ്പിക്കാം, ഇവിടെ നിറയെ കള്ളന്മാരെ. ഞാൻ പറഞ്ഞ് ഗവൺമെൻറ്റുമായിട്ട് യാതൊന്നും വേണ്ട, ഞാൻ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ മൂവ് ചെയ്യുന്ന സമയത്താണ് അപ്പോഴത്തേക്ക് ഞാൻ ശിവദാസവൻ്റെ ബഡ്ജറ്റ് വന്നിട്ട് ഞാൻ നിഷിൻ്റെ ഇത് കൊടുത്തു, നിഷിൻ്റെ ഒരു പ്രപ്പോസൽ കൊടുത്തു. അത് വരുന്നു, ആ പ്രപ്പോസൽ വന്ന് ഗവൺമെൻറ് പ്രൂവ് ചെയ്ത്. അപ്പോൾ നയനാർ അത് ടേക്ക് ഓവർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒക്കൂല, ഗവൺമെൻറ് യാതൊരു ബന്ധമില്ല. അപ്പോൾ പറഞ്ഞു 1 രൂപ ശമ്പളം. ഞാൻ പറഞ്ഞു 1 രൂപ മേടിക്കില്ല. 1 രൂപ മേടിച്ചില്ലെങ്കിൽ നിങ്ങൾ 1 രൂപ മേടിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കണം, 1 മേടിച്ചാൽ ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കുക, അങ്ങനെയെങ്കിൽ അങ്ങനെ താനത് അല്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നിഷ് വിത്തൗട്ട് എനി റെമ്യൂണറേഷൻ ടേക്ക് ഓവർ ചെയ്തത്. പക്ഷേ ടെക്നോ പാർക്കിൻ്റെ ആ ഒരു പീരീഡ് എനിക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒന്ന്, ആ ടീം വാസ് വെരി ഗുഡ്. ആ ടീം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11 പേരുടെ ടീം. ഞാനുണ്ട്, സതീഷ്, രാമേന്ദ്രൻ, വാസുദേവൻ, ചന്ദ്രശേഖരൻ നായർ, പിന്നെ ചിത്ര എഞ്ചിനീയർ, ജയ്സമ്മ, ഗീത വാസ് ദി ലൈബ്രറിയൻ, പിന്നെ അജിത്ത് ടെക്നിക്കലി സപ്പോർട്ട് ചെയ്ത്, വീരമണി, പിന്നെ മരിച്ചുപോയ സതീഷ്. അങ്ങനെ 11 പേരാണ്. സതീഷ് എന്ന് പറഞ്ഞാൽ KG സതീഷ് കുമാർ പേരാണ്, പക്ഷേ ഈ സതീഷ് വാസ് എ യങ് പേഴ്സൺ ഹു ഹെൽപ്ഡ് അസ് എ ലോട്ട്. ഇന്ന് അന്നത്തെ ആ 11 പേരിൽ 9 പേരുണ്ട്. സതീഷും മരിച്ചു, അജിത്തും മരിച്ചുപോയി. ബാക്കി 9 പേര് ഇന്നുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ അന്ന് ഇതേപോലെ ഒരു ജോലി അന്വേഷിച്ച് വന്ന ഒരു യങ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അതിലൂടെ ജോലി ചെയ്യാനാവില്ല, തനിക്ക് കോൺട്രാക്ട് എടുക്കാൻ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ടൊരു യങ് എഞ്ചിനീയർ മനോജ് എന്ന് പറഞ്ഞ്, അയാൾ ഇന്നൊരു വലിയ കോൺട്രാക്ടറാണ്. വലിയ കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരുപാട് കമ്പനികളുടെ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ചെയ്യുന്ന മനോജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഹി ഡസ് ദാറ്റ്. ഇന്നും ടെക്നോ പാർക്ക് CEO വണ്ടി ഓടിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടി വാടകയ്ക്ക് ടെക്നോ പാർക്ക് എടുക്കുക. മറ്റത് ബിനു എന്ന് പറഞ്ഞ ഒരാൾ ക്ലീനിങ് സ്റ്റാഫായിട്ട് വന്നു. ബിനു പിന്നീട് എനിക്ക് 100 കണക്കിന് എംപ്ലോയീസിൻ്റെ ഒരു ക്ലീനിങ് കോൺട്രാക്ടറായിട്ട് മാറി. അപ്പം അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ടെക്നോ പാർക്കിൽ മറ്റൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ലാൻഡ് അക്വസിഷൻ, നമ്മൾ സെക്കൻഡ് ഫേസ് ലാൻഡ് അക്വസിഷൻ 150 ഏക്കർ അടുപ്പിച്ച് അക്വയർ ചെയ്യാണ്. ആ അക്വസിഷൻ ചെയ്തപ്പോൾ ഒരു സമരം പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, അന്ന് ഇപ്പോഴത്തെ പോലത്തെ റീഹാബിലിറ്റേഷൻ റൂൾസ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ അന്ന് നളിനി നെറ്റുമാണ് കളക്ടറായിട്ട് ഇരുന്ന ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു ആര് കേസിന് പോയാലും ദേ ഷുഡ് നോട്ട് ഗെറ്റ് എൻ എസ്കലേഷൻ, അതനുസരിച്ചുള്ള പ്രൈസ് നോക്കണം. രണ്ടാമത് അവിടെ ഒരുപാട് വീടുകളിൽ, ഈ അക്വയർ ചെയ്യുന്ന വീടുകളിൽ ഞാനും പോയി. അന്നത്തെ അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട് രാജൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പഴയ മേയർ പ്രശാന്തിൻ്റെ ഫാദറിൻ്റെ രാജനും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഒരാൾ പല വീടുകളിലും പോയി ആൾക്കാരോട് പറഞ്ഞ് ഇന്നതാണെന്ന് മനസ്സിലാക്കിച്ച് അവർക്ക് കറക്റ്റായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മളത് കംപ്ലീറ്റ്ലി
യാതൊരു പ്രശ്നമില്ലാതെ വരികയും അവർക്കൊരു റീഹാബിലിറ്റേഷൻ ഒരു ഏരിയ കണ്ടുപിടിക്കുകയും അവിടെ അവർക്ക് 3 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലം ഓരോ വീടുള്ള ഓരോരുത്തർക്കും അവിടെ കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് ഇതുപോലെ ലാൻഡ് അക്വിസിഷൻ തടയാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിച്ചു. കാരണം ഇന്ന് മെയിൻ റോഡിലുള്ള കുറച്ച് സ്ഥലം കുഞ്ഞാലിക്കുട്ടി അന്ന് മിനിസ്റ്ററാണ്. ആ സമയത്ത് ലാൻഡ് അക്വിസിഷൻ തടയാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഞാൻ പോയി പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞില്ല അത്. അപ്പോൾ പ്രധാനപ്പെട്ട ആരോ വിളിച്ച് പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞ് ഒരുപാട് പാവപ്പെട്ട സ്ഥലം എടുത്തിട്ടുണ്ട്. ഇവർ ലാൻഡ് ഹൈവേയുടെ സൈഡിൽ എസ്കലേഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അവർക്ക് അത് പ്യൂർലി ലാൻഡിൻ്റെ പ്രൈസ് വെച്ച് പ്ലേ ചെയ്യാനുള്ളത്. അത് എക്സെപ്റ്റ് ചെയ്യാൻ ഒക്കില്ല. അത് കഴിഞ്ഞ് കുഴപ്പമില്ല, നിങ്ങൾ എക്സെപ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ചെയ്തു. ആക്കുളത്ത് ഇന്ന് നിഷ് കിടക്കണ ലാൻഡ് അത് ടെക്നോ പാർക്ക് അക്വയർ ചെയ്തതാണ്. അതിൻ്റെ അക്വസിഷൻ നേരത്തെ ഇതേപോലെ ഒരു തടസ്സം വന്നു. അന്ന് നയനാർ മുഖ്യമന്ത്രിയാണ്. ആ അക്വസിഷൻ തടയാൻ വേണ്ടിയിട്ട് സ്റ്റേ കൊടുക്കാൻ പോണു റവന്യൂ മന്ത്രി. അങ്ങനെ ഞാൻ ഈ ചന്ദ്രശേഖരൻ നായർ എന്ന മിനിസ്റ്ററാണ്, അദ്ദേഹത്തെ പോയി കണ്ടിട്ട് അദ്ദേഹം അന്നത്തെ റവന്യൂ മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ വിജയരാമൻ വരും, ആ ലാൻഡ് അക്വയർ ചെയ്യരുത് എല്ലാം പറഞ്ഞ് വളരെ കാര്യമായിട്ട് വിട്ടതാണ്. ഞാനവിടെ ചെന്നതും അന്നത്തെ ആ റവന്യൂ മിനിസ്റ്റർ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഞാൻ നേരെ നയനാരടുത്ത് പോയി. നയനാരടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഒരുപാട് പാവപ്പെട്ടവരുടെ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇത് കുറേ പറഞ്ഞത് NRIസിൻ്റെ എന്തുമാണ് അവരുടെ നിന്ന് അക്വയർ ചെയ്യും, പക്ഷേ ആ സ്ഥലവും കൂടെ നമുക്ക് അക്വയർ ചെയ്യണം. പുള്ളി എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു ടെക്നോ പാർക്കിൻ്റെ ലാൻഡ് അക്വിസിഷൻ സ്റ്റേ ചെയ്യാൻ ഒക്കൂല എന്ന് പറയണം. അതെങ്ങനെയാണ് പറയുന്നത് പറഞ്ഞു ഒരു കാര്യം ഒരു അപേക്ഷ എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ലെറ്റർ ഹെഡ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓഫീസിൽ പോയി അതൊന്ന് ഇപ്പോൾ എഴുതി തരാൻ പറഞ്ഞു. കംപ്ലീറ്റ്ലി എഴുതി ഞാൻ അപ്പോൾ കൊടുത്തിട്ട് അപ്പോൾ നയനാർ അതിൻ്റെ അകത്ത് എഴുതി, മുരളീധരൻ നായരെ വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് എഴുതി ടെക്നോ പാർക്കിൻ്റെ ലാൻഡ് അക്വിസിഷൻ സ്റ്റേ ചെയ്യണത് ക്യാബിനറ്റ് അപ്രൂവൽ ഇല്ലാതെ ചെയ്യാൻ ഒക്കില്ല. റവന്യൂ മിനിസ്റ്റർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് എഴുതിയിട്ട് പറഞ്ഞ് കൊടുത്തുവിടാം. ഞാൻ പറഞ്ഞു ഇത് മിക്കവാറും ഇന്ന് തന്നെ ഇഷ്യൂ ചെയ്യും. അപ്പോൾ എന്നോട് പറയാം മുരളീധരൻ നായരോട് പറഞ്ഞു, ആ റവന്യൂ സെക്രട്ടറിയോട് പറഞ്ഞ നേരെ ഇഷ്യൂ ആണെങ്കിൽ അയാൾ വേറെ ജോലി നോക്കേണ്ടി വരും, ഇത് ഇന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലാൻഡ് അക്വിസിഷന് വരെ ഒരു ഇൻഫ്ലുവൻസും വരാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്.